ഫോർട്ട് കൊച്ചി അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ രൂപകൽപ്പനയിലെ പിഴവുകൾ പരിശോധനാ വിധേയമാക്കണമെന്ന ആവശ്യവും ഉയരുന്നു. ഓൺബോർഡ് ബോട്ടുകളിൽ പലതിലും മുൻഭാഗം ഉയർന്ന നിലയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതുമൂലം മുൻവശത്തെത്തുന്ന വള്ളങ്ങളെയോ ബോട്ടുകളെയോ ബോട്ട് നിയന്ത്രിക്കുന്നയാൾക്ക് കാണാനാവാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. ബോട്ട് ഡ്രൈവറുടെ അശ്രദ്ധയും അമിതവേഗവുമാണ് ഫോർട്ട് കൊച്ചി ബോട്ട് അപകടത്തിന്റെ പ്രാഥമിക കാരണങ്ങളായി ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ കൊച്ചി കായലിലൂടെ മത്സ്യബന്ധനത്തിനായി പോകുന്ന ഈ ബോട്ടുകൾ കാണുക സാധാരണ ബോട്ടുകളിൽ നിന്നും വിഭിന്നമായി ബോട്ടിന്റെ മുൻഭാഗം ഉയർന്നു നിൽക്കുന്നു. ബോട്ട് നിർമ്മാണത്തിന്റെ പ്രാഥമിക തത്വങ്ങളനുസരിച്ച് ബോട്ട് ഓടിക്കുന്നയാൾക്ക് മുൻഭാഗം വ്യക്തമായി കാണാൻ കഴിയണം. എന്നാൽ ഓൺബോർഡ് ബോട്ടുകളിൽ ചുരുങ്ങിയ എണ്ണത്തിന് മാത്രമാണ് മുൻഭാഗം കാണാൻ കഴിയുക. രൂപകൽപ്പനയിലെ ഈ പിഴവ് വലിയ ആപത്തുകൾ ക്ഷണിച്ചു വരുത്തുന്നതായി ഈ മേഖലയിലെ വിദഗ്ധനായ ഡോക്ടർ പ്യാരിലാൽ പറയുന്നു. നിയമപരമായി ചെയ്യുകയാണെങ്കിൽ ഡ്രൈവറുടെ ക്യാബിനിൽ നിന്ന് നോക്കുമ്പോൾ ആ ബോട്ടിൻ്റെ ഏതാണ്ട് 1.25 ടൈംസ് അത്രയുള്ള ഡിസ്റ്റൻസ് കാണാൻ പറ്റണം. അതിന് ഡെഡ് വിഷ്വൽ റേഞ്ച് എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ ഈ ഫിഷിംഗ് ബോട്ടുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് 100 മീറ്ററിന് അപ്പുറത്തെ കാണാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ ഡ്രൈവർ പറഞ്ഞത് ഈ ചെറിയ ബോട്ട് വരുന്നത് ഞാൻ കണ്ടിട്ട് പോലും ഇല്ല എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അത് രൂപകൽപ്പനയിലുള്ള ഏറ്റവും വലിയ ഒരു അപചയമാണ്. യാത്രാ ബോട്ടുകൾക്ക് ദൃശ്യപരിധി അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ നിയമങ്ങളുണ്ട്. എന്നാൽ ഫിഷറീസ് വകുപ്പ് അംഗീകാരം നൽകുന്ന മത്സ്യബന്ധന ബോട്ടുകളിൽ ഇക്കാര്യം ശ്രദ്ധിക്കാറുമില്ല. പരസ്പരം കാണാത്തത് മൂലമുള്ള കൂട്ടിയിടുകൾ പതിവുമാണ്. പുതിയ ബോട്ടുകളുടെ നിർമ്മാണത്തിലെങ്കിലും രൂപകൽപ്പനയിലെ പിഴവുകൾ ഒഴിവാക്കിയാൽ അപകട സാധ്യത കുറയ്ക്കാനാവുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റിപ്പോർട്ടർ, കൊച്ചി.